മരിക്കൂ എന്നുള്ളൊരു ചിന്ത ഉണ്ട് നമുക്കില്ല. നമുക്ക് മരിക്കേണ്ടവരാണെന്നുള്ള ചിന്ത നമ്മളിൽ അധികം പേർക്കും ഇല്ല. ഉണ്ടെന്നൊക്കെ പറയല. എൻ്റെ പൊന്നാര ചങ്ങാതി എപ്പോൾ എവിടെ വെച്ചാ വരുന്നെന്നറിയില്ല. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? നിങ്ങൾ എന്ത് എന്നെ ഇങ്ങനെ നോക്കണുണ്ടോ? മനുഷ്യ മരണത്തിന് അടയാളമുണ്ട്. ആരാ പറഞ്ഞില്ല എന്ന്? ചുമ്മാതെ പറയും പെട്ടെന്ന് മരിച്ചു പോയെന്ന്. ആര് പറഞ്ഞു പെട്ടെന്ന് മരിച്ചു പോയെന്ന്? അങ്ങനൊന്നും ഇല്ല. മരണത്തിന് അടയാളം ഉണ്ടടാ ചങ്ങായി, പഠിക്ക്. ഒന്നല്ല 3 എണ്ണം ഉണ്ടല്ലോ. മരണത്തിന് ഈ അടുത്ത് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു, ഉസ്താദേ ഈ വീട്ടിലെ ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചുപോയി. ഞാൻ ചോദിച്ചു എത്ര വയസ്സുണ്ടെന്ന്? 55 വയസ്സ് ചെറുപ്പക്കാരന്. അപ്പൊ ചെറുപ്പക്കാരൻ എത്ര വയസ്സാപ്പാ? എടാ 55 വയസ്സുള്ളവൻ ചെറുപ്പക്കാരനാണെങ്കിൽ ഈ 35 വയസ്സുകാരൻ എന്ത് പറയും? കുട്ടി എന്ന് പറയുമോ? 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പെണ്ണ് കെട്ടിക്കാനൊന്നുമല്ല, പൊക്കിക്കേ. തീരുമാനമായി. സുബ്ഹാനല്ലാഹ്. നിങ്ങളുടെ കാര്യം പോയിട്ടാ, നിങ്ങളുടെ കാര്യം പോയി. നിങ്ങൾ സൂക്ഷിക്കണം. 40 കഴിഞ്ഞവർ സൂക്ഷിക്കണം. 39കാരനെ പോലെയല്ല നീ. 40 വയസ്സ് കഴിഞ്ഞാൽ തെറ്റിന് ഇരട്ടിയാടി. നിങ്ങൾ ഓർത്തു വെച്ചോ, 40 വയസ്സ് കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ശിക്ഷയ്ക്ക് ഇരട്ടി, അവന് ചെയ്യുന്ന തെറ്റിന് ഇരട്ടി ശിക്ഷയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുലൈമാൻ നബി ഓതിയ ഒരു ആയത്തുണ്ട്. ഇത് ഓതിയിട്ട് നടക്കണമെന്ന് നിങ്ങളൊക്കെ. എടാ 39 വയസ്സുകാരൻ ചെയ്താൽ പറയും ഓന് പക്വത എത്തിയില്ലെന്ന്. 40 കഴിഞ്ഞാ പിന്നെ നന്നായില്ലെങ്കിൽ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മോനെ കരയണമടാ ചെറുപ്പക്കാരാ. പെങ്ങളെ കരയണം മോളെ, പെങ്ങളെ കരയണം മോളെ. നിന്റെ കരച്ചല് കണ്ടിട്ട് അള്ളാന് പോലും വേദനിക്കണം, അള്ളാന് പോലും സങ്കടം തോന്നണം. എങ്ങനെ വേണം കരയാറ്? പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ. വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി. നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോ ഡലിവ് റബ്ബിന് തോന്നണോ? പടിവാതിലൊഴിയാ ദെവിടെയും നീ കരയണേ. അതുകൊണ്ട് സദസ്സിലിരിക്കുന്ന ഉപ്പമാരോട് ഉമ്മമാരോട് എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, കരയടാ മോനെ. ആരും കാണാതെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ഒരുപാട് പാപമുണ്ടല്ലോ. ഈ പാപം അല്ലാഹുവിന്റെ മുന്നിലൊന്ന് ഏറ്റു പറയണ്ടേ. എന്തിനാടാ ചുമക്കുന്നത്? എന്തിനാടാ ചുമക്കുന്നത്? എന്തിനാടാ പേടിക്കുന്നത്? നിന്റെ അല്ലാഹ് ആരെന്നറിയോ? പല ചെറുപ്പക്കാരും ചോദിക്കൂ, ഉസ്താദേ അല്ലാഹ് എനിക്ക് പുറത്തു തരുവോ? പലരും ചോദിക്കും, ഉസ്താദേ അല്ലാഹ് എനിക്ക് പുറത്തു തരുവോന്ന്. നിന്റെ അല്ലാഹ് ആരെന്നറിയോ? നിന്റെ അല്ലാഹ് ആരെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ്. ജീവിതത്തിൽ പറ്റിപ്പോയ പാപം പൊറുക്കണമെങ്കിൽ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ട് ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി. നിന്റെ പാപം മുഴുവനും അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരുപാട് നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, കൊച്ചാപ്പാടെ പേരല്ല ഞാൻ പറഞ്ഞ്, ഒരു നബിയുടെ പേരാ പറഞ്ഞ്. നിന്റെ വിചാരിക്കുന്നു ഏതോ ഇബ്രാഹിമിൻ്റെ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ മുന്നിൽ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, ആർക്കും, മനുഷ്യനും കുട്ടികൾക്കും മൃഗങ്ങൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യ്. മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞു, ഒരു ദിവസം നിങ്ങളൊക്കെ ഇന്ന ഗ്രൗണ്ടിൽ കൂടാൻ പറഞ്ഞു. ഒരു ഗ്രൗണ്ടിൽ കൂടാൻ പറഞ്ഞു. അങ്ങനെ ദുആ ചെയ്യേണ്ട ദിവസം മൂസാ നബി അലൈഹിസ്സലാം കടന്നുപോയപ്പോ 70,000-ഓളം വരുന്ന ജനങ്ങൾ ഉണ്ടായിരുന്നെന്നാ ചരിത്രം പറയുന്നത്. 70,000-ഓളം വരുന്ന ജനങ്ങൾ ഒരു മജ്ലിസിൽ ഒരുമിച്ചുകൂടി. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ, വെള്ളമില്ല അല്ലാ. മൂസാ നബി ദുആ ചെയ്തപ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, മൂസ ദുആ സ്വീകരിക്കൂല, നീ ദുആ ചെയ്ത സ്വീകരിക്കൂല. എന്തേ അല്ലാ? ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ 40 കൊല്ലമായിട്ട് എന്നെ മറന്നു നടക്കുന്ന ഒരുത്തൻ ഇരിപ്പുണ്ട്. 40 വർഷക്കാലമായിട്ട് എന്നെ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ മജ്ലിസിൽ ഇരിക്കുന്നുണ്ട്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ ഈ ദുആയ്ക്ക് ഉത്തരമുണ്ടാകില്ല. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് തൻ്റെ മുന്നിലിരിക്കുന്ന 70,000-ഓളം വരുന്ന ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു,
ഈ കൂട്ടത്തിൽ 40 കൊല്ലമായിട്ട് അള്ളാഹുവിനെ മറന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകണം. അവൻ എഴുന്നേറ്റ് പോയാലേ മഴ പെയ്യത്തുള്ളൂ. എഴുന്നേറ്റ് പോകണം. മുസാ നബി അലൈഹിസ്സലാം ഇത് പറയുമ്പോൾ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ആരാ അല്ലാഹ് ഈ ഇത്രയും വലിയ മോശക്കാരൻ? 40 കൊല്ലമായിട്ട് അള്ളാഹുവിനെ മറന്ന് നടക്കുന്ന ഈ മനുഷ്യനാരാ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഈ 40 കൊല്ലമായിട്ട് അള്ളാഹനെ മറന്ന് നടക്കുന്നവനും ആ കൂട്ടത്തിലുണ്ട്. ഓം വിചാരിച്ചു, അല്ലാ എന്നെ കുറിച്ചാണല്ലോ ഈ പറയണേ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ എല്ലാവരും എന്നെ അറിയും, ഞാൻ നാണം കെടും, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടു പോകും. പടച്ചവനെ അള്ളാഹുവേ, ഇനി എഴുന്നേറ്റ് പോകാതിരുന്ന മഴയും പെയ്യൂല. അപ്പൊ ഈ മനുഷ്യൻ ചിന്തിച്ചു, ഞാൻ ഇത്രയും വലിയ വൃത്തികെട്ടവനാണോ? ഞാൻ ഇത്രയും വലിയ പാപിയാണോ? ഇത്രയും വലിയ മോശക്കാരനാണോ? ആ മനുഷ്യനൊരു കുറ്റബോധം തോന്നി. ആ മനുഷ്യൻ, ചരിത്രം പറയുന്നു, ആ മനുഷ്യനൊരു കുറ്റബോധം തോന്നി. ഈ മനുഷ്യൻ 2 മുട്ടുകാലിലേക്ക് തൻ്റെ തല താഴ്ത്തി വെച്ചു. തൻ്റെ മുഖം ഇങ്ങനെ മണ്ണിലേക്ക് നോക്കുന്ന രീതിയിൽ ഇങ്ങനെ തല താഴ്ത്തി വെച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ. ഇന്നുവരെ ഞാൻ ചെയ്തത് മുഴുവനും പാപമാണ്. എങ്ങനെയാണ് ഇത് നിന്നോട് എടുത്തു പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ലാ. ഞാൻ അത്രയ്ക്കും പാപം ചെയ്തവനാ. ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുകയാ, പടച്ചവനെ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല അല്ലാ. അള്ളാഹുവേ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല അല്ലാ. ഈ മനുഷ്യൻ അള്ളാഹുവിനോട് തന്റെ തല താഴ്ത്തി വെച്ചിട്ട് പറയുന്നു, അല്ലാ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ. അല്ലാഹുവേ, ഈ ചെയ്ത പാപം എങ്ങനെയാണ് നിന്റെ മുന്നിലേറ്റു പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് നാഥാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. ഈ മനുഷ്യനടുത്തിരുന്ന ആളുപോലും കേൾക്കാതെ റബ്ബിനോട് പറയുകയാണ്, ഇനി ഒരിക്കലും ചെയ്യില്ല തമ്പുരാന്. എന്നിട്ട് ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുന്നു, നാഥാ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. ഈ പാപിയായ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ ആകാശത്ത് കാർമേഘങ്ങൾ കടന്നു വരികയാണ്. ജനങ്ങൾ മുഴുവനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. അല്ലാഹുവേ, ജനങ്ങൾ മുഴുവനും സന്തോഷത്തോടെ തന്റെ വീടുകളിലേക്ക് ഓടുകയാണ്. പക്ഷേ മൂസാ നബി ചിന്തിക്കുന്നു, അല്ലാ, ഇവിടെ നിന്ന് ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയുന്ന, മൂസാ നബിയേ, ആ മനുഷ്യന് തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, പറയുന്നത് ഇഖ്ലാസ് ഉണ്ടോ? പറയുന്നത് ചെറിയ വാക്കാണെങ്കിലും അതിനകത്ത് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നിന്റെ ദുആയിക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകളെ നിനക്കും നിന്റെ കുടുംബത്തിനും സ്വർഗം കിട്ടുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? ജീവിതത്തിൽ പറ്റിപ്പോയ പിഴവുകളുണ്ടല്ലോ, അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുന്നവരാ, അല്ലാഹുവിനോട് എടുത്തു പറയുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ജീവിതത്തിൽ പറ്റിപ്പോയ പാപങ്ങളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പറയാൻ നാണം വേണ്ട, മടി വേണ്ട, ലജ്ജ വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുന്നിൽ പറയണം, പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ, വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി, നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോ ഡലിവ് റബ്ബിനു തോന്നണം, പടിവാതിലൊഴിയാതെവിടെയും നീ കരയണേ.
അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ കള്ളു കുടിച്ചെങ്കിൽ കുടിച്ചെന്ന് പറ, വ്യഭിചരിച്ചെങ്കിൽ വ്യഭിചരിച്ചെന്ന് പറ, നിസ്കാരം മുടക്കിയെങ്കിൽ മുടക്കിയെന്ന് പറ, ജീവിതം തുലച്ചെങ്കിൽ തുലച്ചെന്ന് പറ, മോഷണം നടത്തിയെങ്കിൽ മോഷണം നടത്തിയതെന്ന് പറ, അഹങ്കാരം കാണിച്ചെങ്കിൽ അഹങ്കാരം കാണിച്ചെന്ന് പറ. ജീവിതത്തിൽ പറ്റിപ്പോയ പാപം പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് നീ അള്ളാന്റെ മുന്നിൽ തൗബ ചെയ്ത് മടങ്ങിയ അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആ നിനക്ക് ലഭിക്കുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ. രണ്ടാമത്തെ വിഭാഗമായി സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. രണ്ടാമത്തെ വിഭാഗം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ വിഭാഗം ജീവിതത്തിൽ പറ്റിയ പാപം അള്ളാഹുടെ മുന്നിൽ പറഞ്ഞ് തൗബ ചെയ്ത നീ രക്ഷപ്പെടും. നിനക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 2, പള്ളിയിലെ ഇമാമ് ഫാത്തിഹ ഓതി വലല്ലാലീൻ ആമീൻ എന്ന് പറയുന്ന സമയം, ഇമാമ് ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആമീൻ പറയുമല്ലോ. ആ ആമീൻ പറയുന്ന സമയം നിന്റെ ആമീനും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ആമീനും യോജിച്ച നീ രക്ഷപ്പെട്ടു. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇമാമ് ഫാത്തിഹ ഓതുവല്ലോ, ഫാത്തിഹ ഓതിയിട്ട് വലല്ലാലീൻ, ഇമാമ് ആമീൻ പറയണതിന് മുമ്പേ നമ്മൾ പറയും. ഇമാമ ആമീൻ പറയണതിന് മുമ്പേ നമ്മൾ പറയും. നമുക്ക് സ്പീഡ് കൂടുതലാ. ഉസ്താദ് പറയേണ്ട അതിനു മുമ്പേ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇമാം റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റിട്ട് നിൽക്കുമ്പോൾ തന്നെ സുജൂദി കിടക്കണ വാക്കാമരില്ലേ? ഇവിടെ ഇമാമ് റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റ് സമയം അല്ലാഹു ലിമൻ ഹമിദ എടുക്കുമ്പോഴത്തേക്ക് തന്നെ ദാ താഴെ പോയിട്ട് കിടക്ക. ഇമാമ് പുറകെ വരുന്നുണ്ട്, സുജൂദിന് പോയി കാത്തു കിടക്ക. പാവം. എന്ത് നിസ്കാരം! അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ നിസ്കാരം കണ്ടിട്ട് ഇബിലീസ് തന്നെ നോക്കുക, ഇവ എന്താ അള്ളാ ചെയ്യണേന്ന്. നമ്മുടെയൊക്കെ നിസ്കാരം കണ്ടിട്ടെ ഇബിലീസിന് തന്നെ ചിരിയാ വരണേ. ഇവ നാളെ തന്നെ പോയി കഫൻ തുണിയൊക്കെ വാങ്ങണം കേട്ടാ. ചിലപ്പോൾ നിന്റെ നീളത്തിന് കിട്ടിയില്ലെങ്കിലോ. താത്താമാരൊക്കെ ഇവിടെ ടൗൺ ഏതാ ഉള്ളത്? പേരാമ്പ്ര ഏതാ? ഏത് നല്ല ടൗൺ ആണെങ്കിലും പോയി കഫൻ തുണി വാങ്ങിച്ചു വെച്ചോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഇവിടെ എന്തിപ്പോൾ താത്താമാര് വിളമ്പണത്? അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാര്. വഴുത് പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം, കേൾക്കാൻ വന്നതിന് ചായം കടിയും. ബക്കറ്റ് അവിടെ വെച്ചിട്ടിരുന്നു. ആദ്യം അടയാളം കേക്ക്, പിന്നെ ബക്കറ്റ് ഇങ്ങിതാ ബക്കറ്റ് ഇങ്ങ് കൊണ്ടുപോവാ. ആദ്യം പള്ളിക്കുഴി പോയാൽ സമയമായോ നോക്കാം. ഇങ്ങിതാ ബിസ്മില്ല, അവിടെ പോയി ഇവിടെ കയറി ഇരുന്നു. ഷാദ് ബക്കറ്റ് വരുമ്പോഴല്ലേ ഓടാൻ പറ്റൂ, അസറായിൽ വരുമ്പോൾ ഓടാൻ പറ്റൂലല്ലോ. റെഡിയല്ലേ? നിങ്ങൾ എന്താ കേക്ക് മനുഷ്യ? റെഡിയല്ലേ? ഈ ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ ഇരിക്കാതെ നേരെ ഇരുന്നേ. ഇതിലെ പ്രസവ വാർഡിൽ വെട്ടിയിട്ടതുപോലെ ഇരിക്കാതെ നേരെ ഇരിക്കുക. മരണത്തിന്റെ അടയാളം പറയണേ. ഇനി നിൽക്കണോ ഇരിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? നിങ്ങളുടെ തലയിലും താടിയിലെയും കറുത്ത രോമങ്ങൾക്കിടയിൽ ഈ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ, ഒരു വെള്ള രോമം നിന്റെ താടിയിലും നിന്റെ തലയിലും ഉണ്ടെങ്കിൽ അത് നിന്റെ ഒടുക്കത്തെ യാത്രയുടെ അടയാളമാ. ഒരുങ്ങിക്കോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ അടയാളം? ഒരു രോമം നരച്ചിട്ടുണ്ടോ നിന്റെയൊക്കെ തലയിലും താടിയിലും? പുറകോട്ടൊന്നും നോക്കണില്ല, കാരണം എല്ലാം വെട്ടാൻ നിർത്തിയിരിക്കുക. ഒരു രോമം നരച്ചിട്ടുണ്ടോ നിന്റെ തലയിലും നിന്റെ താടിയിലും? ബയാദു ഷഅരിക നരച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞതല്ല. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനെ കൂലിക്ക് നിർത്തി. എന്തിനെന്നറിയോ? മരിക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രം. ചിരിക്കുന്നത് കണ്ടാ വന്നിട്ട് പറയും, ഉമറ നീ മരിക്കും കേട്ടോ എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരാളെ പൈസ കൊടുത്ത് നിർത്തി. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരില്ല. നീ ഒരു തെറ്റും ചെയ്തില്ല. ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. എൻ്റെ താടിയിലെ ഒരു രോമം നരച്ചു. ഇനി ഇത് പറഞ്ഞു തരും ഞാൻ മരിക്കുമെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ
17 or 19 മുടിയെ നരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നിന്റെ 60 നരച്ചു. നിന്റെ 60 നരച്ചു. ക്ലീൻ ഷേവ് അടിച്ചിട്ട് നടക്കുക. എന്തിനാ? കിളവാന്ന് നാട്ടുകാർ വിളിക്കാതിരിക്കാൻ. പിന്നെ മൈലാഞ്ചി ഇടുന്നവരുണ്ട്, പെയിന്റ് അടിക്കുന്നവരുണ്ട്. നിങ്ങൾ കുടിച്ചോ, കുഴപ്പം. ഏകദേശം തീരുമാനമായില്ലേ? സന്തോഷമായില്ലേ? ഇനി ബാക്കി 2 കൂടെ പറഞ്ഞിട്ട് അറ്റാക്ക് വരുത്തുന്നില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മസ്ജിദിൻ അള്ളാഹുവിന്റെ പള്ളി റസൂലുള്ളാഹി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്ത് ഇമാമത്ത് നിൽക്കുക. സുബഹി നിസ്കരിച്ചിട്ട് സൂറത്തു ത്വാഹയാണ് പാരായണം ചെയ്യുന്നത്. നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോഴാ ഒരുത്തൻ പള്ളിക്കകത്ത് കയറി വന്നത്. അബൂ ലുഅ മജൂസിയായ മനുഷ്യൻ പള്ളിക്കകത്ത് കയറി വന്നിട്ട് ഇമാമിന്റെ അടിവയറ്റിൽ കത്തികേറ്റി. ഖലീഫയാ, നിങ്ങൾ മനസ്സിലാക്ക്. പള്ളിയിലെ ഇമാമിന്റെ അടിവയറ്റിൽ കത്തികേറ്റി കുത്തിയിറക്കി. എന്നിട്ട് ഇവൻ ഇറങ്ങിപ്പോകുമ്പോ പള്ളിക്കകത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികൾ കുത്തുകൊണ്ട് താഴെ വീണു. 7ഓളം വരുന്ന സ്വഹാബികളെയും കുത്തി. എന്നിട്ടാ ഇവൻ ഇറങ്ങിപ്പോയേ. നിങ്ങൾ മനസ്സിലാക്ക്, ആ പള്ളിക്കകത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും കൈയഴിച്ചില്ല. അള്ളാഹ് പള്ളിക്കകത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും ആ കെട്ടിയ കൈയഴിക്കാൻ തയ്യാറായില്ല. കാരണം എന്തേ? അള്ളാഹുടെ മുന്നിലാ നിൽക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പള്ളിക്കകത്ത് ഇസ്ലാമിന്റെ ഖലീഫ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിന് വേണ്ടി നിൽക്കാൻ കഴിയാതെ വന്നപ്പോ അവിടെന്ന് വിളിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആരെങ്കിലും ഒന്ന് കേറി ഇമാമത്ത് നിൽക്കണേ, എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല. ആരെങ്കിലും എന്റെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊന്ന് കേറി നിൽക്കണേ. ചരിത്രം പറയുന്ന പുറകെ നിന്ന സ്വഹാബി അബ്ദുറഹ്മാൻ ബോബര് സ്വഹാബി മുന്നിലേക്ക് കയറി. ഉമർ തങ്ങളെ കാലിന്റെ ചുവട്ടിൽ കിടന്ന് മരണവപ്രാളത്തിൽ പിടയുകയാണ്. അപ്പോഴും നിസ്കരിക്കുകയാണ്. കാരണം എന്തെന്നറിയുമോ? കൈ കെട്ടികെട്ട് പറഞ്ഞത് എന്തെന്നറിയുമോ? ആരുടെ മുന്നിലാണ് നിൽക്കുന്നതെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവൻ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലികുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ മുന്നിലാ കൈകെട്ടി നിൽക്കുന്നത്. കൈകെട്ടികെട്ടു പറഞ്ഞതെന്താണ്? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി, സർവ്വതും നിനക്കുള്ളതാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാ നീ കൈകെട്ടിയത്. അതുകൊണ്ട് നമസ്കാരം കളിയല്ല, നമസ്കാരം തമാശയല്ല. ഒരാള് നിസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുമ്പോ ഒന്നുകിൽ അവന് സ്വർഗത്തിലാ, അല്ലെങ്കിൽ അവൻ നരകത്തിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന, അല്ലാഹുവിന്റെ മലക്കിന്റെ ദുആ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗമാരാ? പള്ളിയിലെ ഉസ്താദ് അവിടുന്ന് ദുആ. അല്ലാഹുവേ, പള്ളിയിലെ ഉസ്താദ് അവിടുന്ന് ഫാത്തിഹ ബോധമല്ലോ. വലല്ലാഹീൻ ആമീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇമാം ഫാത്തിഹ ബോധിക്കഴിയുമ്പോ അവിടെ ആമീൻ പറയുമല്ലോ. നിങ്ങളും പറയണേ, നിങ്ങളും പറയണേ. അല്ലാഹുവിന്റെ മലക്കുകളും ആമീൻ പറയുന്നുണ്ട്. ആ മലക്കുകളുടെ ആമീനുമായിട്ട് നിന്റെ ആമീൻ യോജിച്ചാൽ നീ രക്ഷപ്പെട്ടു വാപ്പാ, നീ രക്ഷപ്പെട്ട് ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ വിടന്ന് പറയുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. പടച്ചവനെ, ഇമാമിന്റെ ആമീൻ, ഇമാം ഫാത്തിഹ മോദിയിട്ട് ആമീൻ പറയുമ്പോ നിങ്ങളും ആമീൻ പറയണേ. ആമീൻ പറയുന്നവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് മൂന്നാമതായി പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ റസൂൽ
അവിടുന്ന് മൂന്നാമതായി പറഞ്ഞു തരികയാ, അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന മൂന്നാമത്തെ മനുഷ്യനാരാ? നിസ്കരിക്കാത്തവരാരുമില്ലല്ലോ, നിസ്കരിക്കാത്തവരാരുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോടല്ലേ, എഴുന്നേറ്റ് പോടല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അള്ളാന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, നമസ്കാരം കഴിഞ്ഞാ നിങ്ങൾ എഴുന്നേറ്റ് പോടരുത്, മുസല്ലയിലിരിക്കണേ. ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾക്കും ഇരുന്നുകൂടെ? ആ നിസ്കാര പായില് നമസ്കരിച്ച സ്ഥലത്ത് ഒരു 5 മിനിറ്റ് നിങ്ങൾക്കും ഇരുന്നുകൂടെ? നിങ്ങൾക്കും ദിക്ർ പറഞ്ഞുകൂടെ? സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൂടെ? അൽഹംദുലില്ലാഹ് പറഞ്ഞുകൂടെ? അല്ലാഹു അക്ബർ പറഞ്ഞുകൂടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൂടെ? അത് കഴിഞ്ഞ പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമല്ലോ, ആ ദുആ ചെയ്ത് സലാം പറഞ്ഞു, എല്ലാവരും അവിടുന്ന് ദുആ ചെയ്തു, സലാത്ത് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് ഓടല്ലേ. ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരപ്പായില് നിസ്കാരം കഴിഞ്ഞിരുന്നാൽ അവന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകള് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെ, ആ മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ അവന് വേണ്ടി അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഇർഹംഹു, ഇവന് പുറത്തു കൊടുക്കണേ അല്ലാ, ഈ പെണ്ണിനോട് കരുണ കാണിക്കണേ അല്ലാ എന്നും മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ